നമസ്കാരം, ഏവർക്കും കനകധാര വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കലിയുഗ വരദനായ ശ്രീ അയ്യപ്പസ്വാമിക്ക് ഏറ്റവും പ്രിയങ്കരമായ ഒരു സ്തുതിയെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എന്റെ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഹൈന്ദവ വിശ്വാസപ്രകാരം പരമശിവന്റെയും മഹാവിഷ്ണുവിന്റെ പ്രതിരൂപമായ, അതായത് സ്ത്രീ രൂപമായ മോഹിനിയുടെയും മകനായ ധർമ്മശാസ്താവിന്റെ അവതാരമാണ് ശ്രീ അയ്യപ്പസ്വാമി. പന്തള രാജകുമാരനായ അയ്യപ്പൻ അഥവാ മണികണ്ഠൻ ശബരിമലയിൽ വെച്ച് ശാസ്താവിൽ ലയിച്ചു എന്നാണ് വിശ്വാസം. കഠിനമായ ദുരിതങ്ങൾ, ശനിദോഷം എന്നിവ അനുഭവിക്കുന്നവർക്ക് ആശ്രയമാണ് ശ്രീ അയ്യപ്പസ്വാമി. ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട കീർത്തനമാണ് ഹരിവരാസനം. എല്ലാ ദിവസവും അത്താഴപൂജയ്ക്ക് ശേഷം നട അടയ്ക്കുന്നതിന് മുൻപ് ഉടുക്കുകൊട്ടി പാടുന്ന ഹരിവരാസനം ഭഗവാന്റെ ഉറക്കുപാട്ടാണ്. ഇത് പാടിത്തീരുമ്പോഴേക്കും ഒന്നൊഴിയാതെ ഓരോ നിലവിളക്കം അണച്ച് മേൽശാന്തി നടയടയ്ക്കും. അയ്യപ്പന്റെ രൂപഭാവങ്ങളെ വർണ്ണിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്ന ഹരിവരാസനത്തിൽ 8 പാദങ്ങളാണുള്ളത്. ഹരിവരാസനത്തിന്റെ രചനയെക്കുറിച്ച് പല കഥകളുമുണ്ട്. അതിലൊന്ന് കമ്പക്കുടി കുളത്തൂർ സുന്ദരേശ അയ്യരാണ് ഹരിവരാസനത്തിന്റെ രചയിതാവ് എന്നുള്ളതാണ്. പന്തളത്ത് നിന്നും പുലിപ്പാലിനായി പോയ അയ്യപ്പൻ വിശന്നു വലഞ്ഞ് കാടിനുള്ളിൽ കണ്ട ഒരു ചെറുകുടിലിൽ കയറിയെന്നും അവിടുള്ള വയസ്സായ ഒരു പാട്ടി കമ്പ് എന്ന ധാന്യം അരച്ച് ഭഗവാനെ ഊട്ടിയെന്നും പറയപ്പെടുന്നു. തന്റെ വിശപ്പടക്കിയ കുടുംബം മേലിൽ കമ്പക്കുടി എന്നും അറിയപ്പെടുമെന്ന് ഭഗവാൻ അരുളി ചെയ്തു. തമിഴ്നാട്ടിലെ തേനിയിലാണ് കമ്പക്കുടി. അതുപോലെ മറ്റൊന്ന് ആലപ്പുഴ ജില്ലയിലെ പുറക്കാട്ട് കോന്നത്ത് വീട്ടിൽ ജാനകി അമ്മയാണ് ഹരിവരാസനം രചിച്ചതെന്നും പറയപ്പെടുന്നു. അയ്യപ്പന്റെ ഉറക്കുപാട്ടായ ഈ ഹരിവരാസനം അതിരാവിലെ, അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ നിത്യവും 41 തവണ ചൊല്ലിയാൽ ചൊല്ലുന്ന ആളുടെ ജീവിതത്തിൽ അതിശയകരമായ മാറ്റങ്ങൾ വന്നു തുടങ്ങും. എന്താഗ്രഹിക്കുന്നുവോ അതിന്റെ 3 ഇരട്ടി ഭഗവാൻ നമുക്ക് തരും. അത്രയ്ക്കും വിശേഷപ്പെട്ട അയ്യപ്പന് ഏറ്റവും പ്രിയങ്കരമായ പാട്ടാണ് ഹരിവരാസനം. അയ്യപ്പന്റെ ഉറക്കുപാട്ട് മാത്രമല്ല, ഇത് പ്രശസ്തമായ അയ്യപ്പ സ്തുതി കൂടിയാണ്. ഇത് ശുദ്ധിയായിരുന്ന് അതികാലെ 41 തവണ ജപിച്ചു നോക്കൂ. കലിദോഷങ്ങളെല്ലാം അകന്ന് നിങ്ങളെയും കുടുംബത്തെയും അയ്യപ്പൻ സംരക്ഷിച്ചുകൊള്ളും. ജപം തുടങ്ങുന്ന നാൾ മുതൽ നമ്മൾ കലിയുഗ വരദനായ അയ്യപ്പസ്വാമിയുടെ കരവലയത്തിനുള്ളിലായിരിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ. തുടർന്ന് പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.